നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. കുന്നംകുളത്ത് നടന്ന കരുതലും കൈത്താങ്ങും അദാലത്ത് അക്ഷരാർത്ഥത്തിൽ നിരവധി പേർക്ക് ആശ്വാസമായി. ഭൂമി സംബന്ധമായ പരാതികൾക്ക് പുറമെ കഷ്ടപ്പാടുകൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്കുമാണ് അദാലത്തിലെ ശരവേഗ നടപടി തുണയായത്. മന്ത്രിമാർ തന്നെ പൊതുജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കാൻ എത്തിയതോടെ നിജസ്ഥിതി മനസ്സിലാക്കുമ്പോൾ ഉടൻ തന്നെ അക്കാര്യത്തിൽ തീരുമാനവുമായി. ചുവപ്പ് നാടകൾക്കുള്ളിൽ കുരുങ്ങിക്കിടന്ന ഒരുപാട് പരാതികളാണ് ഒറ്റ ദിവസം കൊണ്ട് പരിഹരിച്ചത്. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. സാമൂഹിക നീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, കെ രാധാകൃഷ്ണൻ MP, MLA-മാരായ AC മൊയ്തീൻ, മുരളി പെരുന്നെല്ലി, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, നഗരസഭ എന്നിവിടങ്ങളിലെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പോക്കുവരവ്, അതിർത്തി നിർണയം, അനധികൃത നിർമ്മാണം, ഭൂമി കയ്യേറ്റം, അതിർത്തി തർക്കങ്ങളും വഴി തടസ്സപ്പെടുത്തലും തുടങ്ങി ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസുകൾ തുടങ്ങി 21ഓളം വിഷയങ്ങളാണ് അദാലത്തിലേക്ക് പരിഗണിച്ചത്. നിരവധി പേരാണ് വിവിധ ആവശ്യങ്ങളുമായി അദാലത്തിലെത്തിയത്. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ മൂരിയാട് പഞ്ചായത്തിലെ താമസക്കാരായ മുരളിയും ഭാര്യ ഷതയും മകൻ സുവിനും സുരക്ഷിതമായി അന്തിയുറങ്ങാൻ ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായിരുന്നു എത്തിയത്. ഭിന്നശേഷിക്കാരനായ മകൻ സുവിന് രോഗം ബാധിച്ച് ചികിത്സരായിരുന്നതിനാൽ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ അദാലത്തിൽ പങ്കെടുക്കാൻ മുരളിക്കും കുടുംബത്തിനും കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് കുന്നംകുളത്ത് നടന്ന അദാലത്തിൽ പങ്കെടുക്കാൻ അക്ഷയ കേന്ദ്രം വഴി രജിസ്റ്റർ ചെയ്ത് ഇവരെത്തിയത്. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തന്റെ മണ്ഡലത്തിൽ നിന്നെത്തിയ ഇവരെ പ്രത്യേകം പരിഗണിച്ച് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് യാഥാർത്ഥ്യമാക്കാൻ നിർദ്ദേശം നൽകി. നടക്കാൻ ബുദ്ധിമുട്ടുള്ള മകനെയും കൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ടി വന്നെങ്കിലും തങ്ങളുടെ നീണ്ട നാളത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സർക്കാർ ഒപ്പമുണ്ടെന്ന സന്തോഷത്തിലാണ് മുരളിയുടെയും കുടുംബത്തിന്റെയും അടക്കം. മറ്റൊന്ന്, മാതാപിതാക്കൾ മരണപ്പെട്ട പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹപാഠികളുടെ സംരക്ഷണത്തെ സംബന്ധിച്ചായിരുന്നു. അക്കാര്യത്തിനും ഉടനടി തീരുമാനമായി. വിദ്യാർത്ഥികളുടെ ആവശ്യം പരിഗണിച്ച് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ 21 വയസ്സ് വരെ സർക്കാരിൽ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് സംരക്ഷണം വാഗ്ദാനം ചെയ്തു. വീട് നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് പട്ടികജാതി വകുപ്പിൽ നിന്നും പുറമെ CSR ഫണ്ട് നൽകും. ആവശ്യമെങ്കിൽ മന്ത്രിയുടെ ഫണ്ടും ഉപയോഗപ്പെടുത്താമെന്നും മന്ത്രി പറഞ്ഞു. വീട് നിർമ്മാണത്തിന് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിക്കാനും കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കാൻ ചൈൽഡ് ഡെവലപ്മെന്റ് ഓഫീസറെയും ചുമതലപ്പെടുത്തി. കടങ്ങോട് സ്വദേശിനി ഇന്ദിരയും വലിയ ബാധ്യത ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് അദാലത്തിൽ നിന്നും മടങ്ങിയത്. കടങ്ങോട് അയ്യപ്പൻകാവ് ഹർമത്തിൽ ഇന്ദിര 10 വർഷം മുമ്പാണ് വീട് നിർമ്മാണത്തിനായി KSF-യിൽ നിന്നും 1.5 ലക്ഷം രൂപ ലോൺ എടുത്തത്. പഞ്ചായത്തിന്റെ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം ലഭിച്ച 2 ലക്ഷം രൂപ തികയാതെ വന്നതിനെ തുടർന്നായിരുന്നു വായ്പ എടുക്കേണ്ടി വന്നത്. ഭിന്നശേഷിക്കാരനായ മകൻ പ്രേംകുമാറിനും അസുഖബാധിതനായ സഹോദരൻ രാധാകൃഷ്ണനും ഇന്ദിരയുടെ സംരക്ഷണയിലാണ് കഴിയുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ സമീപത്തെ ചായക്കടയിൽ സഹായിയായി ജോലി ചെയ്ത് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഇവരുടെ ജീവിതം മുന്നോട്ടു കൊണ്ടുപോയിരുന്നത്. ആരോഗ്യസ്ഥിതി മോശമായതോടെ ഇന്ദിരയ്ക്ക് ജോലിക്ക് പോകാനാകാത്ത അവസ്ഥയിലുമായി. ഇതിനിടെയാണ് കൂനിന്മേൽ കുരു എന്നതുപോലെ KSF-യിൽ നിന്നും ലോൺ തിരിച്ചടവിനുള്ള നോട്ടീസുകൾ ഇന്ദിരയെ തേടി മുടങ്ങാതെ എത്തിക്കൊണ്ടിരുന്നത്. കുന്നംകുളത്ത് നടന്ന അദാലത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നേരിട്ടെത്തി ഇന്ദിര തന്റെ ദുരവസ്ഥ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനോട് പറഞ്ഞതോടെയാണ് ലോൺ എഴുതിത്തള്ളാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. ഇങ്ങനെ എത്രയോ പേർക്കാണ് അദാലത്ത് തുണയായത്. നിരാലംബരായവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുക എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായുള്ള ഇത്തരം നടപടികൾ പ്രശംസനീയമാണ്. വർഷങ്ങളോളമായി അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും നടപടിയാകാതെ കിടക്കുന്ന പരാതികൾക്കെല്ലാം മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഒറ്റ ദിവസം കൊണ്ട് പരിഹാരമാകുന്ന അദാലത്ത് പ്രോത്സാഹിക്കപ്പെടേണ്ടതുണ്ട്. അത് ജനങ്ങളുടെ ആവശ്യവും ആശ്വാസവുമാണ്. റോഡപകടങ്ങളുടെ തീവ്രത കൊണ്ട് ജീവിതം നഷ്ടപ്പെടുന്നവരിൽ ഒരുപാട് പേരുണ്ട്. ഓരോ ദിവസവും അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. ഒരാളുടെ ശ്രദ്ധക്കുറവുകൊണ്ട് മറ്റു പലരുമാണ് ദുരിതം അനുഭവിക്കുന്നത്. വെള്ളിത്തിരുത്തിയിൽ ഉണ്ടായ അപകടവും അങ്ങനെയായിരുന്നു. റോഡിനരികിലൂടെ നടന്നു പോവുകയായിരുന്ന കുട്ടിയാണ് കാർ അപകടത്തിൽപ്പെട്ടത്. പാവപ്പെട്ട കുടുംബത്തിന് ചികിത്സാ ചെലവും വലിയ ബാധ്യതയായി ഇതോടെ മാറുകയും ചെയ്തു. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അമിത വേഗതയിലെത്തിയ കാറാണ് ഇടിച്ച് തെറിപ്പിച്ചത്. വെള്ളിത്തിരുത്തി കുന്നത്തങ്ങാടി വീട്ടിൽ പെയിന്റിംഗ് തൊഴിലാളിയായ അനിലിന്റെ മകൾ 8 വയസ്സുകാരി പാർവണയെയാണ് പിൻഭാഗത്തു നിന്നും പാഞ്ഞെത്തിയ കാർ ഇടിച്ച് തെറിപ്പിച്ചത്. സമീപത്തെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ്
പാർവണയുടെ പിറകുവശത്തു നിന്നെത്തിയ കാർ ദേഹത്തേക്ക് ഇടിച്ചു കയറിയത്. വെള്ളിത്തിരുത്തി കുരിശുപള്ളിക്ക് സമീപത്ത് വെച്ചായിരുന്നു അപകടം നടന്നത്. കുട്ടിയെ ഇടിച്ച വാഹനം രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച സമീപത്തെ സ്തൂപത്തിലും ഇടിച്ചാണ് നിന്നത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ പെൺകുട്ടിയെ ആദ്യം കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബാങ്ക് ജീവനക്കാരനായ കടങ്ങോട് സ്വദേശി ബോബനാണ് കാർ ഓടിച്ചിരുന്നത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. അപകടത്തിൽ കാർ ഡ്രൈവറായ ബോബനും പരിക്കുണ്ട്. മരത്തങ്കോട് LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പാർവണ. ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 8 വയസ്സുകാരി പാർവണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ ഇനിയും ഏറെ ദൂരം താണ്ടണം. കുട്ടിയുടെ തുടർ ചികിത്സയ്ക്കാവശ്യമായ തുക കണ്ടെത്താൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കുട്ടി. ആന്തരിക രക്തസ്രാവമുള്ളതിനാൽ കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് ഭീമമായ തുക ആവശ്യമായിട്ടുണ്ട്. പെയിന്റിംഗ് തൊഴിലാളിയായ അനിലിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തിന് സന്മനസ്സുള്ളവരുടെ സഹായഹസ്തങ്ങൾ ആവശ്യമാണ്. മറ്റൊരാളുടെ ശ്രദ്ധക്കുറവ് ഒരു കുടുംബത്തിൻ്റെ ജീവനും ജീവിതവുമാണ് നഷ്ടപ്പെടുന്നത്. കൂലിപ്പണിക്കാരനായ അനിലിന് സ്വന്തം മകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വലിയ തുക കണ്ടെത്തണം. മനസ്സിൽ നന്മയുള്ളവർ കനിഞ്ഞാൽ മാത്രമേ പാർവണയ്ക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്ന ഉച്ചയോട് കൂടിയിട്ട് കുട്ടിക്ക് അപകടം പറ്റിയത്. ഇവിടെ വെള്ളിത്തിരുത്തി കുരിശുപള്ളിയുടെ അവിടെയാണ് വണ്ടി ആക്സിഡന്റ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടിക്ക് വളരെ എമർജൻസി ആയിട്ടാണ് കുട്ടിയുടെ സിറ്റുവേഷൻ. ഇപ്പോൾ എറണാകുളം ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചികിത്സാ സഹായങ്ങൾ ആവശ്യമാണ് എല്ലാവരുടെയും. വെന്റിലേറ്ററിലാണ്. ഒരു ദിവസം തന്നെ അവർക്ക് എത്ര രൂപ ചിലവാണെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ അവരാണെങ്കിൽ അത്ര ഉള്ള ആൾക്കാരൊന്നും അല്ല. അച്ഛനാണെങ്കിൽ കൂലിപ്പണിക്ക് പോണ ഒരാളാണ്. അവർക്ക് ഒരു സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്കൊരു ഫസ്റ്റ് തന്നെ അക്കൗണ്ട് തുടങ്ങിയത് അവർക്കൊരു സ്മാർട്ട് ഫോൺ പോലും ഉണ്ടായിരുന്നില്ല. സാധാ സ്വിച്ച് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ. അവരുടെ വീടും സാഹചര്യം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയ്ക്കും ഇല്ലാത്തവരവര്. പിന്നെ അതേപോലെ അവർക്ക് പൈസ ആയിട്ടായാലും സാമ്പത്തികം ഒന്നും അവരുടെ കയ്യിൽ ഇല്ലാത്ത ആൾക്കാരാണ് അവര്. അപ്പൊ ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ഒന്ന് സഹായിക്കണം. അവരെ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അവര് നല്ല രീതിയിൽ സഹായിക്കാൻ വേണം. എന്നാലാണ് ആ കുട്ടിക്ക് തുടർന്നുള്ള ചികിത്സയ്ക്ക് എന്തെങ്കിലും ആവുള്ളൂ. അശ്രദ്ധ കൊണ്ട് സംഭവിച്ച അപകടം എന്ന് ഒറ്റ വാക്കിൽ പറയാനാവില്ല. കാരണം മദ്യപിച്ച് വാഹനം ഓടിച്ചാണ് അപകടത്തിനിടയാക്കിയത്. അതായത് നിയമലംഘനം. ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കരുത് എന്ന് കർശനമായി പറയുന്നത് അപകട സാധ്യത മുന്നിൽ കണ്ടാണ്. എന്നാൽ നിയമം അനുസരിക്കാതെ അത് ലംഘിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന ഇത്തരത്തിലുള്ള കൂട്ടരുടെ തോന്നിവാസം കാരണം അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് ഒന്നും അറിയാത്ത മറ്റു ചിലരും. എത്രയെല്ലാം നിയമം കർക്കശമാക്കിയാലും അത് ലംഘിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ഇക്കൂട്ടരുടെ കാര്യത്തിൽ നിയമ സംവിധാനങ്ങൾ തന്നെ പൊളിച്ചെഴുതേണ്ടതുണ്ട്. ഇത് ഇമ്മടെ തൃശൂരാണ്. അതെ, 1/4 നൂറ്റാണ്ടിന് ശേഷം സ്വർണ്ണക്കപ്പ തൃശൂരിലെത്തിച്ച തൃശൂർക്കാർക്ക് അഭിമാനമായിരിക്കുകയാണ് നമ്മുടെ കലാപ്രതിഭകൾ. 26 വർഷങ്ങൾക്ക് ശേഷം സ്വർണ്ണക്കപ്പ് തൃശൂരിന് കിട്ടിയതിന് പിന്നിൽ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനമാണ്. വിട്ടുവീഴ്ചയില്ലാതെ ഓരോ പ്രതിഭകളും കലാമാമാങ്കത്തിൽ കഴിവ് പ്രകടിപ്പിച്ചതിന്റെ വിജയമാണ് കലാകിരീടം സ്വന്തമാക്കിയതിനു പിന്നിൽ. ആഘോഷ ആരവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു തൃശൂരിലേക്ക് സ്വർണ്ണക്കപ്പ് എത്തിക്കുന്ന ആ നിമിഷങ്ങൾ. ആവേശത്തോടെ, ആരവങ്ങളോടെ, ആർപ്പുവിളികളോടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഓവറോൾ ജേതാക്കൾക്കുള്ള സ്വർണ്ണക്കപ്പ സാംസ്കാരിക നഗരിയിലെത്തി. ഇനി ഒരു വർഷം 117.5 പവന്റെ സുവർണ സമ്മാനം ജില്ലയ്ക്ക് സ്വന്തം. 26 വർഷത്തിനു ശേഷം സംസ്ഥാന സ്കൂൾ കലോത്സവം കിരീടം നേടിയ ജില്ലയ്ക്ക് ലഭിച്ച സ്വർണ്ണക്കപ്പ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയായിരുന്നു നഗരത്തിലെത്തിയത്. കപ്പടിച്ചേ കപ്പടിച്ചേ തൃശിവപേരൂർ കപ്പടിച്ചേ, കെട്ടും ഞങ്ങൾ കൊട്ടാരം കലാകൊട്ടാരം, യോയോ തൃശൂരിന് യോ കൊടുക്ക തുടങ്ങിയ ആരവങ്ങളും ആർപ്പുവിളികളുമാണ് എവിടെയും ദൃശ്യമായത്. ആഹ്ലാദ പ്രകടനത്തിലും ഘോഷയാത്രയിലും ജില്ലയ്ക്ക് സമ്മാനിച്ച അസൽ സ്വർണ്ണക്കപ്പുമുണ്ടായിരുന്നു. മടക്കിവെച്ച പുസ്തകത്തിനുമീതെ വളയിട്ട കൈയിൽ ഉയർന്നു നിൽക്കുന്ന വലംപിരി ശംഖ്, ഇതാണ് ഒറിജിനൽ സ്വർണ്ണക്കപ്പ്. മന്ത്രി കെ രാജന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് അസൽ കപ്പും തൃശൂരിലെത്തിച്ചത്. ടൗൺ ഹാളിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒറിജിനൽ സ്വർണ്ണക്കപ്പ് പ്രദർശിപ്പിച്ചു. തുടർന്ന് ജില്ലാ ട്രഷറിയിലേക്ക് മാറ്റി. അടുത്ത അധ്യയന വർഷത്തെ സംസ്ഥാന കലോത്സവം വരെ സ്വർണ്ണക്കപ്പ് ട്രഷറിയിൽ സൂക്ഷിക്കും. ജില്ലയ്ക്ക് ലഭിച്ച മറ്റ് ട്രോഫികളും സമ്മാനങ്ങളും ഘോഷയാത്രയിലുണ്ടായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1000-ലധികം പോയിന്റുമായി ഒരു ജില്ല ഓവറോൾ ജേതാക്കളാകുന്നത് കലോത്സവ ചരിത്രത്തിൽ ആദ്യമാണ്. 1008 പോയിന്റാണ് തൃശൂർ നേടിയത്. റണ്ണറപ്പായ പാലക്കാട് ജില്ല 1007 പോയിന്റും നേടി. 1000 പോയിന്റിലധികം നേടി സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയ ആദ്യ ജില്ലയാണ് തൃശൂർ. ആകെ 249 മത്സര ഇനങ്ങളാണ് ഉണ്ടായിരുന്നത്. ജില്ല 248 ഇനങ്ങളിൽ മത്സരിച്ചു. ഇതിൽ 240 ഇനങ്ങളിൽ എ ഗ്രേഡും 8 ഇനങ്ങളിൽ ബി ഗ്രേഡും സ്വന്തമാക്കി.
ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് അനന്തപുരിയിൽ നടന്നത് തൃശൂർ പൂരം തന്നെയായിരുന്നു. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ കണ്ണൂരും പാലക്കാടും തമ്മിലായിരുന്നു അവസാനം വരെ പൊരിഞ്ഞു പോര്. ക്ലൈമാക്സിൽ കോഴിക്കോട് കയറി വരുമോ എന്ന ആകാംക്ഷയ്ക്കിടെയാണ് 1008 പോയിന്റുമായി തൃശൂർ മിന്നിച്ചത്. ഈ വിജയത്തിന് പിന്നിൽ ഒരുപാട് പേരുടെ വിയർപ്പുണ്ട്. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും പരിശീലകരും രക്ഷാകർത്താക്കളുമൊക്കെ ഈ വിജയത്തിന് അർഹരാണ്. അതോടൊപ്പം കലയെ കലയായി മാത്രം കണ്ടാൽ മതി, കച്ചവടമാക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പരിസ്ഥിതിക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ദേശാടന പക്ഷികളുടെ വരവ്. എന്നാൽ ഇപ്പോൾ ഇവയുടെ വരവ് കുറയുന്നത് ആശങ്കയോടെയാണ് പക്ഷി നിരീക്ഷകർ കാണുന്നത്. പുന്നേർകുളം, ഉപ്പുങ്ങൽ കോൾപ്പാടങ്ങളിൽ സീസണിൽ എത്താറുള്ള പ്രത്യേകതരം ദേശാടന പക്ഷികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഇത്തവണയുണ്ടായത്. ആകെയുള്ള എണ്ണത്തിൽ വർധനയുണ്ടെങ്കിലും ജൈവ വൈവിധ്യം നിറഞ്ഞ ചില ഇനങ്ങളെ കാണാത്തത് ആശങ്കാജനകമെന്നാണ് പക്ഷി നിരീക്ഷകർ പറയുന്നത്. എരണ്ടകൾ, കൊക്കുകൾ, നീലക്കോഴി, കുരിയാള എന്നിവയാണ് ഡിസംബർ, ജനുവരി മാസങ്ങളിൽ യഥേഷ്ടം കണ്ടിരുന്നത്. ഏഷ്യൻ വാട്ടർ ബോർഡ്സ് സെൻസസിന്റെ ഭാഗമായി കോൾ ബോർഡേഴ്സ് കളക്റ്റീവ് അംഗങ്ങൾ ഉപ്പുങ്ങലടക്കം തൃശൂർ, പൊന്നാനി കോൾ നിലങ്ങളിൽ നടത്തിയ സർവേയിലാണ് പക്ഷികളുടെ കുറവ് കണ്ടെത്തിയത്. ലോകത്തിലെ വേഗം കൂടിയ പരുന്തിനത്തിൽപ്പെട്ട കായൽപ്പുള്ള്, കരിവാലൻ, പുൽക്കുരുവി, വലിയ വരമ്പൻ, വലിയ പുള്ളിപ്പരുന്ത്, ചുവന്ന നെല്ലിക്കോഴി, മഴക്കൊച്ച, ചാരവാലൻ തിത്തിരി എന്നിവ ഈ വർഷത്തെ സർവേയിൽ കണ്ടെത്തിയത് ആശ്വാസജനകമാണ്. കോൾപ്പാടങ്ങളിൽ വളർത്തുമത്സ്യങ്ങൾ വന്നു പെരുകുകയും ഇവ ചെറുമത്സ്യങ്ങളെ ഭക്ഷിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി വിരുന്നെത്തുന്ന ദേശാടന പക്ഷികൾക്ക് തീറ്റ ലഭിക്കാതെ വരുന്ന സാഹചര്യവും ആവാസ വ്യവസ്ഥയിലെ മാറ്റവും കീടനാശിനികളുടെ അമിത ഉപയോഗവുമാണ് ദേശാടന പക്ഷികൾ കുറയാൻ കാരണമെന്നാണ് പക്ഷി നിരീക്ഷകനായ CP സേതുമാധവൻ അടങ്ങിയ സർവേയുടെ അഭിപ്രായം. ദേശീയ പക്ഷി ദിനമായ ജനുവരി 5-ന് 2 ഗ്രൂപ്പുകളായിട്ടാണ് ഇവിടെ സർവേ നടത്തിയത്. പക്ഷി നിരീക്ഷകരായ CP സേതുമാധവൻ, അർജുൻ, സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ കോൾ ബേർഡ്സ് കളക്റ്റീവ് അംഗങ്ങളും ഫോറസ്ട്രി കോളേജ് വിദ്യാർത്ഥികളും പാലക്കാട് NHSPയിലെ സേതുമാധവൻ, അജിത്ത്, അശ്വജിത്ത്, തൃശൂർ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രാജീവ് എന്നിവർ അടങ്ങുന്ന 20ഓളം പേരും സംഘത്തിലുണ്ടായിരുന്നു. വളർത്തുമത്സ്യങ്ങൾ കോൾപ്പാടങ്ങളിൽ പെരുകുന്നത് മൂലം പക്ഷികൾക്ക് ഭക്ഷണം കിട്ടാതെ വരിക മാത്രമല്ല, ചെറുകിട മത്സ്യങ്ങൾ കുറയുകയും ഇത് ഉൾനാടൻ മത്സ്യകൃഷിയെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി പേരുടെ ജീവിതം വഴിമുട്ടുകയും ചെയ്യുന്നുണ്ട്. സർവേക്ക് ശേഷം ഓൺലൈനിൽ സംഘടിപ്പിച്ച യോഗത്തിൽ കാർഷിക സർവകലാശാല കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി ശാസ്ത്ര കോളേജ് ഡീൻ ഡോക്ടർ P.O. നമീർ സംസാരിച്ചു. തൃശൂർ, പൊന്നാനി കോൾ നിലങ്ങളിലെ 15ഓളം ഇടങ്ങളിൽ നടത്തിയ സർവേയിൽ 95ഓളം ഇനങ്ങളിലായി 14,249 നീർപക്ഷികളെ രേഖപ്പെടുത്തി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ആകെ പക്ഷികളുടെ എണ്ണത്തിൽ നേരിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇറാനിലെ റാംസാൻ ഇന്റർനാഷണൽ കൺവെൻഷനിൽ വെച്ചാണ് കേരളത്തിലെ പ്രധാന പാടശേഖരങ്ങളെ അന്തർദേശീയ പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരം തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ജനങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഉത്തരവാദിത്വമുള്ളതായും ഇതിനെ മാലിന്യമുക്തമായി നിലനിർത്തിയാൽ മാത്രമാണ് കേരളത്തിന്റെ ആരോഗ്യപരമായ പഴയകാല പ്രതാപം നിലനിർത്താൻ കഴിയൂ എന്നും സേതുമാധവൻ പറഞ്ഞു. ഈ ഡിസംബർ, ജനുവരി മാസങ്ങളിലൊക്കെ വളരെയധികം മത്സ്യത്തൊഴിലാളികൾ ഈ പാരമ്പര്യമായിട്ട് വന്ന് മത്സ്യം പിടിക്കുന്ന ആളുകളുടെ ഒരാൾ പോലും ഇപ്പോൾ കാണാനില്ല. അവരുടെ ആ തൊഴിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത് പൊന്നാനി കോള് തന്നെ തന്നെ ഈ ഇരിങ്ങാലക്കുട കോള്, തൃശ്ശൂർ കോള് എന്ന് പറയാം, അതിലും ഇതേ അവസ്ഥ തന്നെയാണുള്ളത്. അതിപ്പോൾ നമ്മളിപ്പോൾ ഈ കൈപ്പാമ്പില്ലേ, മീനെ ഒരു 2 കിലോയുള്ള മീനെ പിടിച്ചിട്ട് നമ്മൾ തൊട്ടിയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ കൊത്തി കഴിഞ്ഞാൽ പൊല്ല്, നീർക്കോലി, അല്ലെങ്കിൽ കൈപ്പാമ്പ്, ഇതൊക്കെ വെള്ളത്തിൽ തിന്നത് കക്കി. അത്രയധികം മത്സ്യങ്ങൾ ഇതിന്റെ വായെന്ന് വരും. ചെറു മത്സ്യങ്ങൾ വലിയ മീനെ പിടിച്ചു കഴിഞ്ഞാൽ നീർക്കോലി, കരിവേല അങ്ങനത്തെ മീനുകളൊക്കെ നമ്മൾ കുറച്ച് 1 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് പുറത്തേക്ക് ഇടും. തണ്ണീർത്തടങ്ങളിൽ വന്ന മാറ്റങ്ങൾ ദേശാടന പക്ഷികളുടെ വരവിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം തണ്ണീർത്തടങ്ങളും സ്ഥിതി ചെയ്യുന്നത് സംരക്ഷിത മേഖലയിൽ അല്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതും ദേശാടന പക്ഷികളുടെ വരവിനെ പ്രതികൂലമായി ബാധിച്ചു. ആവാസ വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും തള്ളിക്കളയാവുന്ന കാരണങ്ങളുമല്ല. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.